ഹേ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ടേൽസ്. അപ്പം ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കിന്ന് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ചൂസ് ചെയ്ത തീം സിൻചാൻ തീമാണ്. സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാവരെ പോലെ എനിക്കും കുറച്ച് ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും എനിക്ക് കാർട്ടൂൺ എന്ന് പറയുമ്പോൾ ആദ്യം മൈൻഡിൽ വരുന്നത് ടോം ആൻഡ് ജെറി ആണ്. സോ അത് കഴിഞ്ഞ് ഡോറേമോൻ, സിൻചാൻ. സോ ഇതൊക്കെയാണ് എന്റെ കുറച്ച് ഫേവറേറ്റ് കാർട്ടൂൺസ്. പിന്നെ പണ്ടൊക്കെ ഷോപ്സിലൊക്കെ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഇങ്ങനെ കാണുവാണെങ്കിലും അതൊന്നും വാങ്ങാൻ പറ്റിയിരുന്നുണ്ടായില്ല. ബട്ട് ഇപ്പം അതൊക്കെ വാങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് നമുക്ക് ഇതൊക്കെ വീട്ടിൽ തന്നെ ഈസിയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ചുമ്മാ പൈസ കൊടുത്ത് വാങ്ങി കാശ് കളയേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ വീട്ടിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് തീം കാർട്ടൂൺസോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് എന്താണോ അതനുസരിച്ചിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഈസി ആയി നമ്മളെ കളർ തീമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ സ്റ്റിക്കർ പേപ്പർ ആണ് യൂസ് ചെയ്തത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ സ്റ്റിക്കർ പേപ്പർ വാങ്ങിയത്. നിങ്ങൾക്ക് നോർമൽ പേപ്പർ വെച്ചും ഈ സ്റ്റിക്കർ ചെയ്യാം. അതായത് സെലോ ടേപ്പ് വെച്ച് അതിന്റെ മേലെ പേപ്പറിൽ ഡ്രോ ചെയ്ത് സോ ഒരു ഗ്ലോസി ഫിനിഷ് കിട്ടാൻ വേണ്ടി ഒന്നുകൂടെ നിങ്ങൾക്ക് സെലോ ടേപ്പ് വെച്ച് അങ്ങനെ ആ ഒരു മെത്തേഡ്. സോ ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് സ്റ്റിക്കർ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ ആ ഒരു മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും. സോ ആ മെത്തേഡിൽ ചെയ്യുമ്പം എന്താ ഒരു യൂസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലോ ടേപ്പിന്റെ മേലെയാണ് നിങ്ങൾ ഗ്ലൂ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പം അത് റീയൂസ് ചെയ്യാൻ പറ്റും. സോ വൺസ് നിങ്ങൾ പീൽ ചെയ്ത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അത് കട്ട് ചെയ്യേണ്ടി വരും. ഇത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു വീഡിയോ ആണ്. ബിക്കോസ് നോർമലി ഞാൻ എല്ലാ വീഡിയോ ചെയ്യുമ്പോൾ എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യാറ്. ബട്ട് ഇത് കുറച്ചധികം എൻജോയ് ചെയ്തു. ബിക്കോസ് സിൻചാന്റെ ഓരോരോ ക്യൂട്ട് എക്സ്പ്രഷൻസും ആ ഫേസ് ഒക്കെ വരയ്ക്കുമ്പം കാണുമ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞാൻ ഇച്ചിരി കൂടി ചെറിയ സൈസ് സ്റ്റിക്കേഴ്സ് ആണ് ഉദ്ദേശിച്ചത്. ബട്ട് വരച്ചു വന്നപ്പം ഒരു മീഡിയം സൈസിലായി. ബട്ട് കുഴപ്പമില്ല, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നോർമലി സെയിം ഇങ്ങനെ പാറ്റേൺസും കളറൊക്കെ ചെയ്യുമ്പം കുറച്ച് കഴിയുമ്പോൾ ബോർ അടിക്കും. ബട്ട് ഇത് എനിക്ക് ഒട്ടും ബോർ അടിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, ബിക്കോസ് എനിക്ക് ഓരോരോ എക്സ്പ്രഷൻസും ഇങ്ങനെ ഓരോരോ സിൻചാന്റെ ഫേസ് എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പം അത് കളർ ചെയ്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പം അത് കാണാൻ തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ ട്രേസ് ചെയ്ത് സ്റ്റിക്കേഴ്സ് ഒക്കെ വരയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ബട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നോർമൽ പേപ്പർ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കി. ബിക്കോസ് അല്ലാതെ വരയ്ക്കുന്നതും ബെറ്റർ ആണ്. ബട്ട് നമുക്ക് പെട്ടെന്ന് വരച്ച് കഴിയുമല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ. സോ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ബട്ട് എന്നെ കൊണ്ട് അത് പറ്റിയില്ല. ഞാൻ വരയ്ക്കും, പിന്നെ അത് സൂം ഇൻ ആവും, സൂം ഔട്ട് ആവും. നമ്മൾ വരച്ച കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഒരു തവണ അത് അലൈൻമെന്റ് തെറ്റുമ്പം കംപ്ലീറ്റ്ലി അത് തെറ്റിപ്പോവും. സോ എന്നെ കൊണ്ട് അത് പറ്റിയില്ല. പിന്നെ ഞാൻ വേറൊരു യൂട്യൂബിൽ കണ്ടു, ഏതോ ഒരു ആപ്പ് വെച്ച് നിങ്ങൾ ആ പിക്ചർ ആ ആപ്പിൽ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആ പിക്ചർ അങ്ങനെ സ്റ്റില്ലായി തന്നെ മൂവ് ആവാതെ ഇരിക്കും. സോ ആ മെത്തേഡ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല ആപ്പ് വെച്ചിട്ട്. ബട്ട് നോർമൽ അല്ലാതെ നമ്മൾ ഫോട്ടോയിൽ വെച്ച് വരയ്ക്കുന്നതാണെങ്കിൽ അത് പറ്റില്ല. അറ്റ്ലീസ്റ്റ് എന്നെ കൊണ്ട് പറ്റിയില്ല അത്. പിന്നെ ഞാൻ ഈ സിൻചാൻ തീം എന്തിനാ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റിക്കേഴ്സ് ഒക്കെ ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനും അതുപോലെ ഒരു നോർമൽ സ്റ്റിക്കർ ഒക്കെ ചെയ്താൽ അത് റിപ്പീറ്റ് ആയി പോവല്ലോ. അതുകൊണ്ടാണ് ഞാൻ സിൻചാൻ തീം ചെയ്യാന്ന് വിചാരിച്ചത്. ബിക്കോസ് ഞാൻ സിൻചാൻ അങ്ങനെ സ്പെസിഫിക് തീം സ്റ്റിക്കേഴ്സ് അങ്ങനെ ആരും ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. സ്പെസിഫിക് തീമിൽ ഉദ്ദേശിച്ചത് അതായത് ഈ ഒരു പെർട്ടിക്കുലർ കാർട്ടൂൺ ക്യാരക്ടേഴ്സോ അങ്ങനെയാണ്. അല്ലാതെ ഈ വിന്റേജ് തീം, നോർമൽ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഞാൻ സ്റ്റിക്കേഴ്സ് ഒക്കെ ഇങ്ങനെ വരച്ചു, ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തു, എന്നിട്ട് കളറൊക്കെ ചെയ്തു. എന്നിട്ട് ബ്ലാക്ക് ഔട്ട്ലൈൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. എന്താണെന്നറിയില്ല, ഈ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുത്ത് പിക്ചേഴ്സ് കാണുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് മനസ്സിന്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും സ്പെസിഫിക് കാർട്ടൂൺ തീം സ്റ്റിക്കേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഏതെങ്കിലും വീഡിയോ ആയി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മറക്കാതെ കമന്റ് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്റ്റിക്കേഴ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും സ്കൂൾ സപ്ലൈസോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയുള്ള ഗിഫ്റ്റ്സോ അതുപോലത്തെ എന്തെങ്കിലും വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതും കൂടി കമന്റിൽ അറിയിക്കുക. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ അത് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഔട്ട്ലൈൻ കൊടുക്കുമ്പം മാക്സിമം ജെൽ പെൻ വെച്ച് തന്നെ കൊടുക്കാൻ നോക്കുക. സ്കെച്ച് പെന്നോ അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത്. ബിക്കോസ് സ്കെച്ച് പെൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. ബട്ട് ഇങ്ങനെ ജെൽ പെൻ ആണെങ്കിൽ ആ ഒരു ബോർഡർ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു തിക്നെസ്സിൽ തന്നെ കറക്റ്റ് ആയിരിക്കും. പിന്നെ ആ ബോർഡറിലാണ് ആ ഒരു പിക്ചറുടെ ഭംഗിയിരിക്കുന്നത്. സോ മാക്സിമം ജെൽ പെൻ വെച്ച ബോർഡർ കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. കാരണം സ്റ്റിക്കേഴ്സ് ഒക്കെ ഒരു നോർമലി കമ്പയർ ചെയ്യുമ്പം ഒരു ചെറിയ പിക്ചേഴ്സ് ആണല്ലോ. അതുകൊണ്ട് കുഞ്ഞു പിക്ചർ ആകുമ്പം പെന്ന് വെച്ച് ചെയ്യാം. പിന്നെ അത്യാവശ്യം വല്ലതാണെങ്കിൽ നിങ്ങൾക്ക് പെയിന്റ് വെച്ച് ചെയ്താലും കുഴപ്പമില്ല.
സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ ആക്രിലിക് പെയിന്റോ മാർക്കർ വെച്ച് ചെയ്താലും കുഴപ്പമില്ല. ബട്ട് അങ്ങനെ ചെയ്യുമ്പോഴും അത് ബ്ലീഡ് ചെയ്യും, സ്പ്രെഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെ ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളത് കട്ട് ചെയ്യണം. സോ കട്ട് ചെയ്യുമ്പം കുറച്ച് വൈറ്റ് സ്പേസ് വെച്ച് കട്ട് ചെയ്യാൻ നോക്കുക, എന്നാലേ നമുക്ക് ആ സ്റ്റിക്കറിന്റെ ഒരു ഫീല് വരുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു കവർ നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഒരു പേപ്പർ എടുത്തു, എന്നിട്ട് അതിന് മേലെ സിൻചാൻ എന്ന് എഴുതി ടെക്സ്റ്റ് എഴുതി, എന്നിട്ടൊരു സിൻചാൻ വരച്ചു കൊടുത്തു. സോ ഇവിടെ ഈ കവർ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് കവറാണ്. നമ്മൾ ഈ ചെയ്തു വെച്ച സ്റ്റിക്കർ വേറൊരു പേപ്പറിൽ ഒട്ടിച്ച് ആ പേപ്പർ ഈ കവറിന്റെ അകത്ത് ഇങ്ങനെ വെക്കുന്നതാണ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫ്രണ്ട് പോർഷൻ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇപ്പം ഇച്ചിരി കൺഫ്യൂഷൻ ആയിരിക്കും, ബട്ട് അവസാനത്തെ ഔട്ട്പുട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി എടുത്ത പേപ്പർ ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇച്ചിരി നിങ്ങൾക്ക് സൈഡിൽ എത്രയാണ് സ്പേസ് വേണ്ടത് ആ ഒരു സ്പേസ് അനുസരിച്ച് ഇങ്ങനെ ലൈൻ വരച്ചു കൊടുക്കണം. ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു കട്ടറോ അല്ലെങ്കിൽ സിസേഴ്സോ ഉപയോഗിച്ച് ആ സെന്റർ പോർഷൻ എക്സാക്റ്റ് ആയി കട്ട് ചെയ്ത് കൊടുക്കണം. ആ കട്ട് ചെയ്ത പോർഷനിലായിരിക്കും നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ആ സൈഡിലൊക്കെ നമ്മൾ ഭയങ്കര കുറച്ച് സ്പേസ് ആണ് വിട്ടത്, അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സൂക്ഷിച്ച് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയി കീറിപ്പോവാൻ ചാൻസ്. എന്നിട്ട് ആ കട്ട് ചെയ്ത പോർഷനിൽ ഞാൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തു. ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ്, തിൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് ഒട്ടിച്ചു കൊടുത്തത്. ബിക്കോസ് ഫെവിക്കോളോ അല്ലെങ്കിൽ ഫെവിസ്റ്റിക്കോ യൂസ് ചെയ്താൽ അത് ഒട്ടിപ്പിടിക്കില്ല. സോ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച സ്റ്റിക്കേഴ്സ് ഒക്കെ നമ്മൾ ഒരു പേപ്പറിൽ ഒട്ടിക്കണം, എന്നാലേ നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു പേപ്പർ എടുക്കുക. സോ ഈ പേപ്പറിന്റെ മെഷർമെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ കവർ ചെയ്യാൻ ഏത് മെഷർമെന്റ് ആണോ യൂസ് ചെയ്തത്, സോ ആ സെയിം മെഷർമെന്റിലായിരിക്കണം ഈ പേപ്പർ എടുക്കേണ്ടത്. എന്നിട്ട് അതിൽ കംപ്ലീറ്റ് ആയി സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് സ്റ്റിക്കറിന്റെ ബാക്കിൽ ഫെവിസ്റ്റിക്ക് വെച്ച് ഇങ്ങനെ 1 by 1 ആയി ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റിക്കർ ഒട്ടിക്കുമ്പം പേപ്പറിന്റെ സൈഡ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ 1 സെന്റിമീറ്റർ ഗ്യാപ്പ് വെച്ച് ഒട്ടിക്കാൻ നോക്കുക, അല്ലെങ്കിൽ കവറിൽ ഇടുമ്പം അത്രയും പോർഷൻ അങ്ങനെ കവർ ആയിപ്പോവും. സോ ഇത് നിങ്ങൾക്ക് പീൽ ചെയ്ത് ഒട്ടിക്കാം, അല്ലെങ്കിൽ നോർമൽ നമ്മൾ ഫെവിസ്റ്റിക്ക് വെച്ചാണല്ലോ ചെയ്തത്, നോർമൽ സ്റ്റിക്ക് ചെയ്ത് റീയൂസ് ചെയ്യാനും പറ്റും. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ സീ ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.